IT സെക്രട്ടറി ശിവശങ്കരനുമായി സ്വപ്ന സുരേഷിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സുരേഷ് തിരുവനന്തപുരം മുടവൻ മുകളിൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ അയൽവാസിയും പറയുന്നത് IT സെക്രട്ടറി ഇവിടെ സ്ഥിരം സന്ദർശകനായിരുന്നുവെന്നാണ്. സ്വപ്ന സുരേഷ് ഇവിടെ താമസമായിട്ട് 5 വർഷത്തോളം ഇവിടെ താമസിച്ചു. വളരെ പാവമായിട്ടാണൊക്കെ വന്നത്. ശിവശങ്കർ എന്ന് പറയുന്ന ഒരു വെളുത്ത തലമുടി കംപ്ലീറ്റ് നരച്ച മനുഷ്യ ഇവിടെ ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവർ എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഒന്നട വിട്ട് രാത്രി ഒരു 9 മണിയാകുമ്പോൾ ശിവശങ്കർ തന്നെ വരുന്നുണ്ട്. പിന്നെ നല്ല നരച്ചു, തലമുടി കംപ്ലീറ്റ് നരച്ച ആളാ. ഒഴിച്ചു കൊടുക്കണം. ഇവിടെ വരിക, അകത്ത് കയറുക 8 മണിക്ക്. കയറിക്കഴിഞ്ഞാൽ രാത്രി 1:30 മണിക്ക് മദ്യപിച്ച് സ്റ്റേറ്റ് വണ്ടി വിളിച്ച് അതിൽ സാറ് നിൽക്കണോ പോണോ? പോണോ, എന്നിട്ട് രാവിലെ വരണം. ഇവിടുത്തെ സെക്രട്ടറിയെ പിടിച്ചു കളയും, പിന്നെ പ്രസിഡന്റിനെ പിടിച്ചു കളയും. ഇതിവിടെ ഒരു നിത്യ സംഭവമായിരുന്നു. നാട്ടുകാരൊക്കെ വന്നു. അങ്ങനെ ഒരു നിത്യ സംഭവമായപ്പോൾ ഞങ്ങളിവിടെ അതൊരു നിയന്ത്രണം വയ്ക്കണമെന്നുള്ള രീതിയായി. ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ ഈ സ്കൂളിൽ പ്രിൻസിപ്പൾ ആയിരിക്കുന്നിടത്തോളം കാലം യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്തു. രണ്ടാമത്തെ ഭർത്താവാണ് അയാൾ. ഈ സെക്യൂരിറ്റി അടിച്ചു. അടിച്ച ഉടനെ ഞങ്ങൾ പോലീസിനെ വിളിച്ചു. പോലീസിനെ വിളിച്ച ഉടനെ പോലീസ് വന്നു. നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഷൈൻ ചെയ്യട്ടെ. വന്നപ്പം ഈ ശിവശങ്കർ ഇതിനകത്തുണ്ട്. അത് അകത്ത് കയറിയ സർക്കിൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് വന്ന് പറയാം, ഇനി ജോണിക്കെതിരായിട്ട് ആരെങ്കിലും പരാതിയായിട്ട് വന്നാൽ ആദ്യം ഇടിച്ച് ലോക്കപ്പിൽ കയറ്റുന്നത് പരാതിക്കാരനെയായിരിക്കും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു. സാർ അവരെ കൊണ്ടുപോയേ പറ്റുള്ളൂ. മദ്യപിച്ചു കൊണ്ട് ഇവിടെ കിടന്ന് ബഹളവും കാണിക്കുന്ന സാർ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് പൊക്കളഞ്ഞു. അപ്പനെ കയറി അവസരപ്പെന്ന് വിളിച്ചാലുണ്ടല്ലോ ഇടിച്ച പരിപ്പെടുത്തുകളെ. എങ്ങനെയാണ് ശല്യമാകുക എന്ന് പറഞ്ഞാൽ മദ്യപിച്ചുകൊണ്ട് അയാൾ അകത്തിരിക്കില്ല. അതെ അതെ, എല്ലാം ശരിയാക്കി തരാം. അതിനിടയ്ക്ക് പിന്നെ ഇയാളെ തൂക്കിയെടുത്താണ് വണ്ടി കയറ്റി കൊണ്ടുപോകണം. സ്റ്റേറ്റ് കാറില്ല. അപ്പോൾ ഇതിന് കുറച്ച് ഗുണ്ടകൾ കൂടെ ഉണ്ട്. ഈ കൗൺസിലേറ്റിലെ കുറേ ഡ്രൈവർമാർ, 2-3 ഡ്രൈവർ അവർക്ക് എസ്കാർഡ് ഇട്ടാണ് വരുന്നത്. ഒരു സ്പ്രിന്റർ കേസ് വന്നപ്പോൾ ശിവശങ്കറിന്റെ ഫോട്ടോ പത്രത്തിൽ കണ്ടു. അയാളാണ് ഇവിടെ വന്നത്. ഇല്ല, 2-3 പേരുണ്ടാവും. കാറ് വരും, മിന്നൽ പോലെ വരും, പിന്നെ അങ്ങ് പോകും. വരും, പിന്നെ മിന്നൽ പോലെ. മദ്യപിച്ചുകൊണ്ട് ശിവശങ്കർ ഈ നടയിൽ നിന്ന് ആടും. വെളിയിൽ ഇറങ്ങി നിന്ന് ഈ പിടിച്ചോണ്ട് ഒരു സ്ഥലത്ത് നിൽക്കണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നു. ഈ ശിവശങ്കർ വന്ന ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ കാര്യം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തു. ഒരൊറ്റ തള്ളലാണ്. വലിയ ക്ഷീണായി പോയി. അടികളുടെ മുഖത്ത് ഞങ്ങളിനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കസ്റ്റംസുകാരെ വിളിച്ച് സ്വപ്നയെ രക്ഷിക്കാൻ ശ്രമിച്ചു. സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അവിഹിത ബന്ധമുണ്ടെന്നും
നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുവെന്ന ആരോപണം നേരിടുന്ന IAS ഉദ്യോഗസ്ഥൻ M. ശിവശങ്കറിനെ IT സെക്രട്ടറി പദവിയിൽ നിന്ന് നീക്കി. ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വകയുണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ എരപ്പൻ. മൂഞ്ചല്ലേ മൂഞ്ചിച്ച